അധികൃതരുടെ അനാസ്ഥയിൽ നമ്മുടെ കുട്ടികളിൽ ലഭിക്കേണ്ട മികച്ച പരിശീലനം ഇല്ലാതായാൽ നിങ്ങൾ അംഗീകരിക്കും? ഒരിക്കലും അംഗീകരിക്കില്ല. വയനാട് പുൽപ്പള്ളിയിൽ അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രം തുടങ്ങാൻ സ്ഥലം വിട്ടു നൽകിയിട്ട് കൊല്ലം 15ആയി. കാട് വളർന്നതല്ലാതെ ഒരു വികസനവും ഈ സ്ഥലത്തുണ്ടായില്ല. ഫലപ്രദമായി ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ സ്ഥലം തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് നിയമ നടപടിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത്. 8 ഏക്കർ ഭൂമി കായിക യുവജന വകുപ്പിന് പുൽപ്പള്ളി പഞ്ചായത്ത് വാങ്ങി നൽകുമ്പോൾ ലക്ഷ്യം വയനാടിൻ്റെ കായിക മുന്നേറ്റമായിരുന്നു. 14 വർഷത്തിനിപ്പുറവും പദ്ധതി പൂർണ്ണാർത്ഥത്തിലായില്ല. ഇതോടെ ഈ സ്ഥലം തിരികെ വേണമെന്ന ആവശ്യമുന്നയിക്കുകയാണ് പഞ്ചായത്ത്. പുൽപ്പള്ളി പഞ്ചായത്തിൽ LDF ഭരണസമിതി ഉണ്ടായിരുന്ന 2009-ലാണ് 8 ഏക്കർ ഭൂമി വാങ്ങി കായിക യുവജന വകുപ്പിന് കൈമാറിയത്. അന്തർദേശീയ നിലവാരത്തിലുള്ള അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രം, 400 മീറ്റർ നീളമുള്ള റണ്ണിംഗ് ട്രാക്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്, പരിശീലനത്തിനെത്തുന്നവർക്ക് താമസിക്കാൻ ഉന്നത നിലവാരത്തിലുള്ള ഹോസ്റ്റലുകൾ, പഠനത്തിനായി സ്കൂൾ സംവിധാനം എന്നിവയായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. 2010-ൽ ഭൂമി കൈമാറുമ്പോൾ 3 വർഷത്തിനകം അക്കാദമി സ്ഥാപിച്ചിരിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ നാളിതുവരെയായിട്ടും സ്ഥലം പ്രയോജനപ്പെടുത്താൻ കായിക വകുപ്പ് തയ്യാറായില്ലെന്നാണ് പഞ്ചായത്തിന്റെ പരാതി. 16 വർഷമായി ഈ ഭൂമി ഇവിടുത്തെ ആളോഹരി ആളുകളുടെ തലയെണ്ണി ഈ പ്രദേശത്തേക്ക് വരുന്ന വികസന ഫണ്ട് മാറ്റം ചെയ്തിട്ട് 16 വർഷമായി. നാളിതുവരെ 1 രൂപ പോലും ഇവിടെ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ 2 ഭാഗത്തായിട്ട് ഹോസ്റ്റലുകൾ നിർമ്മിച്ചു വെച്ചു. ബാക്കി എല്ലാ ഭൂമിയും ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ ഒരു കലാപതുല്യമായ പ്രശ്നമുണ്ടായി. വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് പ്രശ്നം പുൽപ്പള്ളിയിലുണ്ടായതാണ്. അപ്പോൾ ഈ ഭൂമിയിലൊക്കെ മൃഗങ്ങൾ വന്ന് തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇവിടുത്തെ ആളുകളുടെ ജീവന് ഭീഷണിയാണ്. അപ്പോൾ ഈ ഭൂമി വിട്ടു തന്നുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതല്ല എങ്കിൽ അതിശക്തമായ നിയമ പോരാട്ടത്തിന് ഗ്രാമപഞ്ചായത്ത് തയ്യാറാകും. സ്ഥലം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് 2022-ൽ സ്പോർട്സ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടർക്ക് പഞ്ചായത്ത് കത്ത് നൽകിയെങ്കിലും കായികാവശ്യത്തിനായി ഏറ്റെടുത്ത ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. 8 ഏക്കർ ഭൂമിയിൽ 14 വർഷത്തിനിടെ നടന്നത് നാമമാത്ര നിർമ്മാണങ്ങളാണ്. 1/2 ഏക്കർ മാത്രമാണ് പ്രയോജനപ്പെടുത്തിയതെന്നാണ് കുറ്റപ്പെടുത്തൽ. ബാക്കിയുള്ള 1.5 ഏക്കർ ഭൂമി കാടുമൂടി കിടക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് 5 ഏക്കറെങ്കിലും വിട്ടുകിട്ടണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം. മാലിന്യ സംസ്കരണ യൂണിറ്റ്, സബ് രജിസ്ട്രാർ ഓഫീസ്, വെറ്റിനറി ഹോസ്പിറ്റൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ്, ഹോമിയോ ഡിസ്പെൻസറി എന്നിവ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. അതേസമയം ഭൂമി വിട്ടു നൽകാനാവില്ലെന്നാണ് സ്പോർട്സ് കൗൺസിൽ വ്യക്തമാക്കുന്നത്. അവിടെ വലിയ റിസൾട്ടുള്ള അക്കാദമിയാണ്. നാഷണൽ ഗെയിംസിന് 2 മെഡൽ, സ്വർണ്ണ മെഡൽ കിട്ടിയ കുട്ടികളുള്ള അക്കാദമിയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഖേലോ ഇന്ത്യ ട്രെയിനിങ് സെൻറ്റർ കൂടി അവിടെ വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് ആർച്ചറി മാത്രമല്ല, ആർച്ചറിയുടെ കൂടെ പുൽപ്പള്ളിയിലെ പ്രാദേശിക ഗെയിമുകൾ കൂടി കഴിയുന്ന രൂപത്തിലേക്ക് ഇൻഡോർ അടക്കം സംവിധാനങ്ങളാണ് ഞങ്ങളുടെ പുതിയ DPR-ലുള്ളത്. യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പഞ്ചായത്തിന്റെ ആവശ്യം പലകുറി സർക്കാരിനെ അറിയിച്ചിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് ഭരണസമിതി. കരാർ ലംഘനം നടന്നുവെന്നും ഭൂമി തിരികെ വേണമെന്നുമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പഞ്ചായത്ത്. എന്നാൽ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് സ്പോർട്സ് കൗൺസിലും വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. 2010-ലാണ് പഞ്ചായത്ത് വിലയ്ക്ക് വാങ്ങി 8 ഏക്കർ ഭൂമി സ്പോർട്സ് യുവജനകാര്യ ഡയറക്ടർക്ക് കൈമാറിയത്. 3 കൊല്ലങ്ങൾക്ക് ശേഷം അക്കാദമി സ്ഥാപിക്കണമെന്ന കരാർ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ അവർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. വയനാട് പുറമെ സംസ്ഥാനത്തുടനീളമുള്ള കുട്ടികൾക്ക് ഉപകാരപ്രദമാകുമായിരുന്ന ഒരു പദ്ധതിയാണ് എങ്ങും എത്താതെ ഇങ്ങനെ നയിച്ചു പോകുന്നതെന്നാണ് നാട്ടുകാരുടെ അവലാതി. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സ്ഥലത്തിൻ്റെ അപര്യാപ്തത മൂലം ഇന്ന് തടസ്സമായി ഇവിടെ നിൽക്കുകയാണ്. അതിലെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ 8 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കഴിഞ്ഞ 10-16 വർഷമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഈ 8 ഏക്കർ സ്ഥലം ഗ്രാമപഞ്ചായത്ത് തിരിച്ച് ലഭ്യമാക്കണം എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തിലെ ഒരു വിഭാഗം മെമ്പർമാർ അത് തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെടുന്നത് തികച്ചും അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. മാത്രവുമല്ല, അത്ര ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം പുൽപ്പള്ളിക്ക് വരിക എന്ന് പറഞ്ഞാൽ പുൽപ്പള്ളിക്ക് വലിയ തോതിലുള്ള വികസനം സാധ്യമാകുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ സ്പോർട്സ് അക്കാദമിക്ക് വേണ്ടി എടുത്തിട്ടുള്ള സ്ഥലം, ആ സ്ഥലം പൂർണ്ണമായി തിരികെ തന്നില്ലെങ്കിലും അതിൻ്റെ പകുതി സ്ഥലമെങ്കിലും പഞ്ചായത്തിന് തിരിച്ചേൽപ്പിച്ചാൽ പഞ്ചായത്തിൻ്റെ നിരവധിയായ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ മറ്റ് പല അഭിലാഷങ്ങളും പഞ്ചായത്ത് വഴി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം ഇവിടെ ടൗണിൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഇല്ലാതെ ജനം വീർപ്പ് മുട്ടുന്നൊരവസ്ഥയുണ്ട്. നിരവധിയായ ഓഫീസുകൾക്ക് സ്ഥലമില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ആ സ്ഥലം പഞ്ചായത്തിന് തിരിച്ചു വിട്ടു കൊടുക്കുകയാണെങ്കിൽ
വളരെയധികം വികസന പ്രവർത്തനം നടക്കുകയും ഈ വീർപ്പ് മുട്ടലിൽ നിന്ന് പുൽപ്പള്ളിക്ക് കുറേ മോചനം കിട്ടും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.